ഹായ് ഓൾ. ഇന്ന് ഈ വീഡിയോയിൽ നത്തിങ് ട്വൈസ് എന്നുള്ള ഒരു പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷത്തെ 9th ക്ലാസ്സിലെ CRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ലാംഗ്വേജ് സെൻറ്ററിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ, പോളിഷ് ഭാഷയിലുള്ള ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ്റെ അതൊരു ആലാപനം ഉണ്ട് ആ കവിതയുടെ. അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ രസകരമാണ്, കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ പോയം ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓതേഴ്സ് പ്രൊഫൈൽ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം വളരെ ബ്രീഫായിട്ട്. പിന്നീട് ഈ പോയത്തിൻ്റെ തീം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് തോട്ട്സ്, അതുപോലെ ഫോം ആൻഡ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. അപ്പം ആദ്യമായിട്ട് ഓതേഴ്സ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. മരിയ വിസ്ലാവ അന്ന ഷിംബോർസ്ക, ഇതാണ് ഇവരുടെ ഫുൾ നെയിം. നമ്മൾക്ക് അവിടെ വിസ്ലാവ ഷിംബോർസ്ക എന്ന് തന്നിട്ടുണ്ട് അല്ലേ, ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. 1923 ജൂലൈ 2 ജനനം. പോളണ്ടിലെ ക്രോക്കോവ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. പിന്നീട് ക്രോക്കോവ് എന്ന സ്ഥലം നാസി ജർമ്മനിയുടെ അധികാരത്തിന് കീഴിലായ ഒരു പ്രദേശമാണ്. അവിടെ അവർ സ്ഥാപിച്ച ഒരു ക്രാക്കോവ് പ്ലാസോവ് കോൺസെൻട്രേഷൻ ക്യാമ്പ്, അത് വളരെ കുപ്രസിദ്ധമായ ഒരു ക്യാമ്പാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ജൂതരെയും പോളിഷ് വംശജരെയൊക്കെ വളരെ ക്രൂരമായ പീഡനങ്ങൾക്കും കൊലയ്ക്കൊക്കെ വിധേയമാക്കുന്നതിന് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് വേദിയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. ഹോളോകാസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ചരിത്ര സംഭവം, ആ ഒരു സംഭവം നടക്കുന്നോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൗമാരം പിന്നിട്ട കവിയാണ് വിസ്ലാവ ഷിംബോർസ്ക. അങ്ങനെ ഇതെല്ലാം കാണുകയും അതിൻ്റെ ഒരു മാനസികമായ ആഘാതങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഇവരുടെ കവിതകളിൽ തന്നെ നമുക്ക് ആ ഈ ഒരു അനുഭവങ്ങളുടെ സ്വാധീനമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം 1939 അല്ലേ, അത് മുതൽ ആ ഒരു ടൈമിൽ മുതൽ ഒരു അണ്ടർഗ്രൗണ്ട് ക്ലാസ്സുകളിൽ പഠനം തുടങ്ങുകയും 1943 ഒരു റെയിൽ റോഡ് തൊഴിലാളിയായി തൊഴിൽ ജീവിതം ആരംഭിക്കുകയും ചെയ്ത ആളാണ്. ഇക്കാലത്ത് തന്നെയാണ് അവരുടെ എഴുത്ത് ജീവിതവും തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1996 അവർ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അവർക്ക് ലഭിക്കുകയുണ്ടായി. ഈ പോയം ഒരു കണ്ടംപ്ലേറ്റീവ് പോയമാണ്, ഒരു ആലോചനാ സാന്ദ്രമായ ഒന്നാണ്, ഒരു മോണോലോഗ് കൂടിയാണ്. അത് ഫിസിക്കലി പ്രസന്റ് ആണോ, ആ ലിസണർ ഫിസിക്കലി പ്രസന്റ് ആണോ അല്ലയോ എന്നത് കവിതയിൽ വ്യക്തമല്ല. പക്ഷെ ഒരു യുവിനോടാണ് ഇത് പറയുന്നത്, ഒരു യു അതിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായില്ല. അപ്പോൾ ഇതൊരു മോണോലോഗാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം വായിക്കുമ്പോൾ ഒരു വിഷാദ സമസ്യ പോലെ അവതരിപ്പിച്ച് ഇങ്ങനെ തുടങ്ങുന്ന ഒരു കവിത, ഇത് അവസാനിക്കുന്നതോ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ബലമുള്ള മനോലാഘവത്തിലാണ് ഇത് അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മുന്നോട്ട് പോകും തോറും ഓരോരോ സ്റ്റാൻസയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കണക്ഷൻ അന്നേരം ഉറപ്പായിട്ടും കിട്ടും. അടുത്തായി നമുക്ക് പോയത്തിന്റെ തീം ഒന്ന് നോക്കാം. ഈ പോയം, ദിസ് പോയം ഈസ് എ കണ്ടംപ്ലേറ്റീവ് ഇൻ നേച്ചർ, ഒരു തത്വചിന്താപരമായ മാറ്റത്തിൻ്റെയും സ്ഥിരതയുടെയും ആ ഒരു ഫിലോസഫി നമുക്ക് വോക്കലി ഈ കവിതയിൽ പ്രസന്റ് ചെയ്യുന്നതായിട്ട് കാണാം. തത്വചിന്തകന്മാരെ എക്കാലത്തും അലട്ടിയ ഒരു ദാർശനിക പ്രശ്നമാണ് അല്ലേ, ഈ ഏജ് ഓൾഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ചേഞ്ച് ആൻഡ് പെർമനൻസ്. അപ്പോൾ ആ ഒരു തീമിനെ ഈ പോയം ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ലോ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ചേഞ്ച് ആണ്. എവ്രിതിങ് എവ്രിവെയർ അല്ലേ ഈസ് ഇൻ മൂവ്മെന്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഓൾ മൊമെന്റ്സ് ഓഫ് ലൈഫ്, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മൊമെന്റ്സും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഹാപ്പിനെസ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സോറോ, അല്ലെങ്കിൽ പെയിൻ, ലവ്, എല്ലാം എവ്രിതിങ് ഇസ് ഫ്ലീറ്റിംഗ്. സോ ഇൻ എ വേ നമ്മൾ ദർ ഈസ് നോ നീഡ് ടു വറി അബൌട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് അവർ ലൈഫ് എന്നുള്ള ഒരു തീമിനെ ഈ കവിത ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഒറ്റ വായനയിൽ ഒരു മോട്ടിവേഷണൽ പോയം പോലെ, അല്ലെങ്കിൽ ഒരു നമ്മളെ എനർജൈസ് ചെയ്യുന്ന പോലെ സാധാരണ ചിലപ്പോൾ ചിലർക്ക് തോന്നാം.
പക്ഷേ പുറമേക്ക് കാണുന്ന ഈ ലാളിത്യം ശരിക്കും ഒരു മിസ്ലീഡിംഗ് ആയിട്ട് പിന്നീട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ആ ലാളിത്യത്തിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സങ്കീർണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടായി പോലെ തോന്നാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ളൊരു പോയം. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് ഓഫ് തോട്ടാണ് നോക്കുന്നത്. ഓരോ സ്റ്റാൻസ വായിച്ച് മീനിങ് ഒന്നും പറയുന്നില്ല. ഓവറോൾ ആയിട്ട് ഓരോ സ്റ്റാൻസയിലും എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, ഒരു അഫോറിസം പോലെ തോന്നിക്കുന്ന ഒരു വരിയോടുകൂടിയാണ് കവിത ആരംഭിക്കുന്നത്. അഫോറിസം, ഈ ആപ്തവാക്യം പോലെ. അതായത് വളരെ ബ്രീഫായ മീനിങ് ഫുൾ ആയ ഒരു തത്വം പ്രസ്താവിക്കുന്ന ഷോർട്ട് സെന്റൻസിനെയാണ് നമ്മൾ അഫോറിസം എന്ന് പറയുക, അല്ലെ? അപ്പോൾ ഒരു ഫസ്റ്റ് ലൈനിലെ അത് ഒരു അഫോറിസ്റ്റിക് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഒന്നും രണ്ടാം തവണ സംഭവിക്കുന്നില്ല, അല്ലെ? ഇതൊരു ജനറലൈസ്ഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നത്തിങ് മീൻസ് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സാമാന്യ തത്വം, അതായത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്നുള്ള ഈ ഒരു ആ സാമാന്യ തത്വം ഉണ്ടാക്കുന്ന ഒരു ഭവിഷ്യത്താണ് പിന്നീട് ഈ ഒന്നാമത്തെ സ്റ്റാൻസയിലുള്ള മറ്റു 3 വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഓരോ ജീവിതവും, ഓരോ നിലയും, ഓരോ കണികയും അതൊക്കെ നിരന്തരമായിട്ട് അന്തർധാനം ചെയ്യുകയും മറ്റൊന്നായിട്ട് ആവിർഭവിക്കുവാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ മനുഷ്യജീവിതമാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാകട്ടെ, വസ്തുക്കളാകട്ടെ, ഓരോന്നും പുതിയതാണ്. ഒരു ജീവിതം അതിൻ്റെതായ പുതുതായി സംഭവിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ കവിത ഇതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നത് ഒരു നാടകത്തിന്റെ അല്ലെങ്കിൽ ഒരു കളിയുടെ മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഒരു രൂപകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രാക്ടീസ് ഇല്ലാതെ, റിഹേഴ്സൽ ഇല്ലാതെ, ഇംപ്രവൈസ്ഡ് ആയിട്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ ഈ ഇഹലോകവാസം എന്ന് പറയുന്നത്. നമ്മുടെ തന്നെയോ മറ്റുള്ളവരുടെയോ മുൻ ജീവിതത്തിൽ നിന്ന് നമുക്ക് അതിന് മാതൃക കണ്ടെത്താൻ കഴിയാം. ഇപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇംപ്രവൈസേഷൻ ആയിട്ടാണ് ഓരോ ജീവിതവും പുതിയ ജീവിതമാണ്, അല്ലേ? അത് പുതിയതായി തന്നെ ജീവിക്കേണ്ടതുമായ ജീവിതമാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഒരു നേരിയ വിഷാദത്തോടെ ആണ് കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു സോറി ഫാക്ട് എന്ന നിലയ്ക്കാണ് ഈ ഒരു കാര്യം നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ആ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇംപ്രവൈസ്ഡ് എന്ന് പറഞ്ഞാൽ മുന്നൊരുക്കമില്ലാതെ ചെയ്യുന്നതാണ്, അല്ലേ? നമ്മളത് ആ വേർഡിന്റെ മീനിങ് അതാണ്. ഒരു മുന്നൊരുക്കമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇംപ്രവൈസേഷൻ എന്ന് പറയാം. അതായത് നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് വരുന്നതും ഇംപ്രവൈസ്ഡ് ആയിട്ടാണ്. അതുപോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതും രണ്ടാമതൊരു ചാൻസ് ഇല്ല, അല്ലേ? നമുക്കത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഈ രണ്ടും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു നാടകമോ അല്ലെങ്കിൽ എന്തോ ഒരു പെർഫോമൻസ് പോലെയാണ് ജീവിതത്തെ ഇതിൽ കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മുടെ ലൈഫിനെ ഒരു പാഠ്യപദ്ധതിയായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് എന്താ പറയുന്നത്, നിങ്ങളെക്കാൾ മൂകനായി മറ്റാരുമില്ലെങ്കിലും, നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും മഠയനായ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിതപാഠം രണ്ടാമത് ആവർത്തിക്കാനൊന്നും ആവില്ല. ഇവിടെ വീണ്ടും ഒരു ക്ലാസ് കിട്ടില്ല, വീണ്ടും ഒരു പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒറ്റത്തവണയേ ഉള്ളൂ. ഇത് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഇതിന് കിട്ടുന്നതല്ല, അല്ലെ? ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ, അപ്പോ ഡംബർ ദാൻ യു, അതാണ് പറയുന്നത്. ഡംബർ ദാൻ യു ആൻഡ് ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ്. ഡംബർ എന്ന് പറഞ്ഞാൽ മൂകനായ, പിന്നെ ഡൺസ് എന്ന് പറഞ്ഞാൽ മഠയൻ, അല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ, നമ്മളുടെ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ ഇതിന് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠ്യപദ്ധതിയാണ്, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത ഒരു പാഠ്യപദ്ധതി. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിൽ ഒരു രാത്രിയുടെ അനുഭവത്തെ പറ്റിയും അവയുടെ ഒരു നിത്യ നവീനതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഓരോ നിമിഷവും ഒരു പുതിയ നിമിഷമാണ്, അല്ലേ? അപ്പോൾ ഒരു രാത്രിയും ഇന്നലെയുടെ ആവർത്തനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ നിമിഷവും പുതിയ നിമിഷമാണ്, ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. 2 രാത്രികളിൽ ഒരേപോലുള്ള ഒരു ആനന്ദാനുഭവം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഒരേ ചുംബനം 2 തവണ ലഭിക്കില്ല.
2 തവണ ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ചുംബനത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ആനന്ദം അല്ലെങ്കിൽ അത് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? ഒരു അനുഭവം ഒരു മുൻ അനുഭവത്തിന്റെ ആവർത്തനമായിട്ട് ഫീൽ ചെയ്യില്ല എന്നാണ് ആ നെക്സ്റ്റ് സ്റ്റാൻസയിൽ. അതൊരു രാത്രി അനുഭവമായിട്ടാണ് കവി നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾക്ക് 2 സ്റ്റാൻസാസ് ഒരുമിച്ച് നോക്കണം. അപ്പോഴാണ് കുറച്ചും കൂടെ അതിലേക്ക് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക. 4ഉം 5ഉം സ്റ്റാൻസാസ് ഒരുമിച്ച് പറയുന്നത് ഒരു പകൽ അനുഭവമാണ്. തൊട്ട് മുന്നിലുള്ള സ്റ്റാൻസ ഒരു രാത്രി അനുഭവം പറയുമ്പോൾ പിന്നീടുള്ള 2 സ്റ്റാൻസയിൽ ഒരു പകലിന്റെ അനുഭവമാണ്. അതായത് ഒരു പകലിൽ വളരെ ആകസ്മികമായി അലസമായി ഒരാൾ നിങ്ങളുടെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരാമർശിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ മുറിയിലേക്ക് ഒരു പനിനീർ പൂവ് ഇങ്ങനെ പറന്നു വന്നതായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതിന്റെ സുഗന്ധവും നിറവും ഒക്കെ അനുഭവപ്പെടും പോലെ തോന്നും. അതായത് നമ്മൾക്ക് വളരെ സന്തോഷദായകമായിട്ട് തോന്നും അത് ഒരാള് നിങ്ങളുടെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ. പക്ഷേ അടുത്ത പകലില് അതേ നിങ്ങൾ അടുത്തുണ്ടാവുമ്പോൾ ആ സാന്നിധ്യം വളരെ വിരസമായി തോന്നും. അതെ, അല്പം സമയം അങ്ങ് നിശ്ചലമായതുപോലെയോ ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെയോ ഒരു അൺഇൻട്രസ്റ്റഡ് ആയി തോന്നും ആ ഒരു പ്രസൻസ്. അപ്പോൾ ഒരു ആ കാലം ആ ടൈമിന്റെ വ്യത്യാസങ്ങളിൽ സംഭവിക്കുന്ന മനസ്സിന്റെ തോന്നലുകളാണ് അല്ലെ, സമയം മാറുന്നതിനനുസരിച്ച്. അതേ ഫീൽ തന്നെയല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ അതേ ഫീലിൽ തന്നെയല്ല നമ്മൾ ഉള്ളത് ഓരോ നിമിഷവും. പിന്നെ ആ ആദ്യത്തെ ഒരു അനുഭവത്തെ ആവർത്തിപ്പിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾക്ക് എന്ത് പറ്റില്ല എന്ന്, സമയം നിശ്ചലമായ പോലെ തോന്നുക, ക്ലോക്കിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ട് തോന്നുക. അതായത് നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഒരു അൺഇൻട്രസ്റ്റഡ് ആയ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സമയം പോകുന്നുണ്ടോ എന്ന് നോക്കുന്നത് അല്ലെ, സമയത്തെ പറ്റി ബോധേഡാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ വളരെ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തോന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കവി പറയുകയാണ്, അപ്പോൾ തലേന്ന് ഒരു പനിനീർ പൂവ്, ഒരു പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു പനിനീർ പൂവ് വന്ന പോലെ തോന്നിയ അതേ പനിനീർ പൂവ് പിറ്റേന്ന് നമ്മൾക്ക് അതൊരു പൂ തന്നെയാണോ അതോ പാറയാണോ എന്ന് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ കോൺക്രീറ്റ് ആയി ഇമേജസിലൂടെ, ജീവിത മുഹൂർത്തങ്ങളുടെ ദൃഷ്ടാന്തത്തിലൂടെ ഒക്കെ മാറ്റത്തിന്റെ ക്ഷണികതയുടെയും എല്ലാം പ്രമേയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളോട് സ്പഷ്ടമാക്കി. അതിനുശേഷം അടുത്ത സ്റ്റാൻസയിൽ വീണ്ടും നേരിട്ടുള്ള ഒരു ആശയാനുവാദത്തിന്റെ, അതായത് ഒരു ഡയറക്റ്റായ രീതിയിലേക്ക് കവിത തിരിച്ചു വരുന്നത് പോലെ നമുക്ക് കാണാം. ഈ സ്റ്റാൻസ് തുടങ്ങുന്നത് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനോട് കൂടിയാണ്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. ഒരു കാര്യത്തെ, അതിന് ഒരു റിപ്ലൈ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ചോദ്യം ചോദിക്കുന്നത്, മറിച്ച് എന്തോ ഒന്നിനെ, നമ്മളുടെ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു തോന്നലിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസയും അങ്ങനെയാണ് ഒരു ചോദ്യം. എന്താണ്, എന്തിനാണ് ഞൊടിയിടയിൽ മൺമറഞ്ഞു പോകുന്ന ദിവസത്തെ നമ്മൾ എന്തിന് ഇങ്ങനെ ദുഃഖിച്ചും പേടിച്ചും പരിപാലിക്കണം എന്നൊരു ചോദ്യം ആദ്യം ചോദിക്കുന്നുണ്ട്. അതിന്റെ ക്ഷണികത എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവത്തിൽ തന്നെ ഉള്ളതാണ്. നാളെയാകുമ്പോൾ തീർന്ന് ഇല്ലാതായി പോകുന്ന ഒന്നാണ് അല്ലേ. അതാണ് ഇന്ന് എന്ന് പറയുന്നത്. ഇന്ന് എന്നുള്ളത് നാളെയാകുമ്പോൾ പിന്നെ ഇല്ലല്ലോ. അത് മാത്രമല്ല, ഇന്ന് നാളെ ആവർത്തിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ തീർന്നു പോകുന്ന വളരെ ക്ഷണികമായ ഒന്നിനെ ഓർത്ത്, ഒരു ഫ്ലീറ്റിംഗ് ഡേനെ ഓർത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്നുകൂടി ഒരു റിട്ടറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ഈ സ്റ്റാൻസയിൽ കവി ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് കടക്കാം. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ ടു സീക്ക് എ കോഡ് ബിനീത്ത് അവർ സ്റ്റാർ. Although we are different, we conquer, just as true drops of water are. ചുംബനങ്ങൾ കൊണ്ടും പുഞ്ചിരികൾ കൊണ്ടും നമ്മൾ താല്പര്യപ്പെടുന്നത് നമുക്കിടയിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മുടെ ഈ നക്ഷത്രങ്ങൾക്ക് ചുവടെ 2 തുള്ളി വെള്ളം പോലെ വ്യത്യസ്തരാണെങ്കിലും നമ്മൾ കൺകർ ചെയ്യുന്നു, നമ്മൾ ഒന്നുചേരുന്നു. ഇതാണ് ആ കവിതയുടെ വരികളുടെ അർത്ഥം. ഈ കവിതയിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ഭാഗം ഈ അവസാനത്തെ 4 വരികളാണ്. ഒന്ന്, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലെ. പ്രിഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു താല്പര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒന്നുചേരുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ പരസ്പര ധാരണ ഉണ്ടാക്കുന്നു എന്നുമല്ല പറയുന്നത്. പരസ്പര ധാരണ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. അവിടെ ഓരോന്നിലും ഒരു അർത്ഥ ബഹുലത ഉണ്ടെന്ന് നമുക്ക് പറയാം.
ഒന്ന് ഇവിടെ വി, ആ വി എന്ന് പറയുന്നത് ഈ കവിതയിൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഞാനും നീയും കൂടുന്ന ആ നമ്മളാണ് അല്ലേ. കവിത സംസാരിക്കുന്ന വ്യക്തിയും അവിടെ യു എന്ന് വിളിക്കുന്ന മറ്റേ വ്യക്തിയും. അപ്പോൾ ആ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത് നമുക്കിടയിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാക്കണം എന്നതാണ്. നമ്മൾ എന്നത് സാമാന്യ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് മനുഷ്യരെ പൊതുവിലെടുക്കാം അല്ലേ. നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ പൊതുവിലുള്ള മനുഷ്യരെ എടുക്കാം. ഇനി വി പ്രിഫർ ടു സീക്ക് അക്കോർഡ്. അപ്പോൾ കൃത്യ അർത്ഥം നോക്കിയാൽ പരസ്പര ധാരണ തേടാൻ താല്പര്യപ്പെടുന്നു. ആ താല്പര്യമാണ് അവിടെ ഉള്ളത് ഉറപ്പായിട്ടും അല്ലേ. മറ്റൊരു സൂക്ഷ്മതയുള്ള പ്രയോഗം എക്കോർഡ് എന്നുള്ള ആ വേർഡാണ്. എക്കോർഡ് മീൻസ് കരാറിലെത്തുക, ധാരണ ഉണ്ടാക്കുക, എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ആ ഒരു വാക്കിന് അർത്ഥം. പരസ്പര സംഘടനകളിലൊക്കെ ഏർപ്പെടുന്നവർക്കിടയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ അക്കോർഡ്. അതായത് നിനക്കും എനിക്കും ഇടയിൽ ഒരു സംഘർഷമുണ്ട്, അത് സത്യമാണ്. ഈ സംഘർഷത്തിനിടയിൽ നമ്മൾ തമ്മിൽ പരസ്പര ധാരണ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം കണ്ടെത്താനുള്ള താല്പര്യവും നമുക്കുണ്ട്. ആ സംഘർഷം ഒരേ സമയം സ്വാഭാവികമായി ഉള്ളതും അതേസമയം നമ്മളെ മടുപ്പിക്കുന്നതും അല്ലെങ്കിൽ സംഭവം അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളതുമാകാം. അങ്ങനെ നമ്മുടെ ആ വൈരുദ്ധ്യത്തെയാണ് ലാസ്റ്റത്തെ സ്റ്റാൻസയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഈ ലാസ്റ്റ് 2 വരിയിൽ വി കൺകർ, നമ്മൾ ഒന്നിച്ചു വരുന്നു. എന്നാൽ ആ താരതമ്യം വളരെ സട്ടിലായ ഒരു താരതമ്യമാണ്. നമ്മൾ വളരെ വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വരുന്നു അല്ലേ. ഈ വ്യത്യസ്തത താരതമ്യം ചെയ്യുന്നതിന് ഒരു സിമിലി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ഉപമ. 2 തുള്ളി വെള്ളം പോലെ എന്നാണ്. 2 തുള്ളി വെള്ളം എന്ന് പറയുമ്പോൾ ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് അത് 2 എന്നുള്ളത് മാത്രമാണ് അല്ലേ. എന്നാൽ നമുക്കതൊരു 2 തുള്ളിയും 2ഉം വെള്ളത്തുള്ളി തന്നെ അല്ലേ, 2ഉം വെള്ളമല്ലേ എന്നൊരു ചോദ്യം നമുക്കിടയിൽ ചോദിക്കാം. എങ്കിലും എന്താണ്, നമുക്കിടയിൽ രണ്ട് ആണെങ്കിൽ പോലും നമുക്ക് ഇടയിൽ ഒരു ഏകതയുണ്ട് അല്ലേ. അപ്പോൾ ഈ പോയത്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് തോട്ട് ഇവിടെ വരെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫോം ആൻഡ് സ്ട്രക്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളിത് പറയുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇതൊരു മോണോലോഗായിട്ടാണ് ഉള്ളത്. യു എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരാൾ ഈ മോണോലോഗിന് കേൾവിക്കാരനായി ഉണ്ട് എന്ന് സൂചന കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം നാടകീയമായതോ അല്ലെങ്കിൽ സംഘർഷപൂർണമായതോ ആയ ഒരു സംഭാഷണ സന്ദർഭം ഈ മോണോലോഗിനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു അർത്ഥത്തിൽ ഒരു ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാനും കഴിയില്ല. കവിതയുടെ ഒരു പ്രമേയം നേരിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞ ശേഷം ഇമേജുകളിലൂടെ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻസായിക് പാറ്റേൺ ക്വാർട്ടറൈൻസ് ആണ്. അതായത് ഒരു സ്റ്റാൻസയിൽ 4 ലൈൻസ് വീതമല്ലേ ഉള്ളത്, അത് ക്വാർട്ടറൈൻസ് ആണ്. അതുപോലെ പിന്നെ ഈ കവിതയുടെ സന്ദർഭം എസെൻഷ്യലി പാരഡോക്സിക്കലാണ് അല്ലേ. കാരണം തുടർച്ചയായുള്ളതിൻ്റെ, അതായത് ഞാൻ, നീ, ദിവസം, വെള്ളത്തുള്ളികൾ, ഇങ്ങനെ തുടർച്ചയായുള്ളതിൻ്റെ തുടർച്ചയില്ലായ്മയാണ് അതിൽ കാണിക്കുന്നത്. അതായത് ചേരായ്മകൾക്കിടയിലുള്ള ഒരു ചേർച്ചയെ പറ്റിയാണ് കവിത സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് കാവ്യസന്ദർഭത്തിലെ രചനയിൽ ഉടനീളം ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്നത്. ഈ കാവ്യസന്ദർഭത്തിൽ എവിടെയും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ് എന്ന് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. അതൊരു ഹൈപ്പർബോളാണ്. അതുപോലെ തന്നെ ലൈഫിനെ ഒരു ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ കോഴ്സായിട്ടൊക്കെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. മെറ്റഫർ ആണത്. പിന്നെ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ 6th സ്റ്റാൻസയിൽ കണ്ടു, അത് വീഡിയോയിൽ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ 7th സ്റ്റാൻസയിൽ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ എന്ന് പറയുന്നുണ്ട് അല്ലേ, അത് സിമിലിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ, ലാംഗ്വേജ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും താങ്ക് യു.